ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കിയ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്ത് സംയുക്ത കുരിശിന്റെ വഴി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയുമൊക്കെയുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു അല്പം മുമ്പ് തന്നെ കുരിശിന്റെ വഴിയുമായി ബന്ധപ്പെട്ട ഈ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇനി കുരിശിന്റെ വഴി ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലാണ്. ഇവിടെ ഏതായാലും ഈ ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ദുഃഖവെള്ളിയുടെ സന്ദേശം നൽകുന്ന ഇവിടെയുണ്ട്. അതിനുശേഷമാണ് ഇനി കുരിശിന്റെ വഴി ആരംഭിക്കുന്നത്. എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പുകളുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ട്. സംസ്ഥാനത്ത് മാത്രമല്ല പല ഭാഗത്തും ഈ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടന്നു വരികയാണ്. വലിയ രീതിയിലുള്ള ഒരു വിശ്വാസ സമൂഹം ഇതിന്റെ ഒപ്പം രാവിലെ തന്നെ അണിനിരക്കുന്നുണ്ട്. ഏതായാലും അല്പം സമയത്തിനുള്ളിൽ തന്നെ കുരിശിന്റെ വഴി ആരംഭിക്കും. അതിന് പിന്നാലെ ആയിരിക്കും മറ്റ് ദുഃഖവെള്ളി ചടങ്ങുകൾ നടക്കുന്നത്. നിലവിൽ വലിയ രീതിയിലുള്ള തിരക്ക് ഈ പാതകളിലെല്ലാം കാണുന്നുണ്ട്. വലിയ വിശ്വാസി സമൂഹം തന്നെയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട്. അതായത് കൂടുതൽ വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെയാണ് ദുഃഖവെള്ളി ചടങ്ങുകൾ നടക്കുന്നത്. അതായത് ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ, പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പം 6:45 മുതൽ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. പലയിടത്തു നിന്നുള്ള ഇടവകയിലുള്ള ആളുകളും അതുപോലെ പുറത്തു നിന്നുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ നീണ്ടനിര തന്നെയാണ് രാവിലെ ഈ പാളയം പ്രദേശത്തുള്ളത്. കൂടുതൽ ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനി കുരിശിന്റെ വഴിയാണ്. അതിനുശേഷം ആ ചടങ്ങുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിന് തൊട്ട് മുൻപുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. തുടർന്നുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? ഏതായാലും ഇന്ന് പള്ളികളിൽ വലിയ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ചടങ്ങുകൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഇന്ന് വൈകിട്ടും അതോടൊപ്പം അനുബന്ധ ചടങ്ങുകൾ ഉണ്ടാവും. ഏതായാലും കഴിഞ്ഞ ദിവസം തിരുവത്താഴത്തിന് ശേഷം ഇന്ന് രാവിലെയാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. യേശുവിന്റെ പീഡാനുഭവങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഒരു വിശ്വാസം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം കുരിശിന്റെ വഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതിന് പിന്നാലെ പള്ളികളിൽ പ്രാർത്ഥന ഉണ്ടാകും. വൈകിട്ടും പള്ളികളിൽ ചടങ്ങുകൾ ഉണ്ടാകും. ഏതായാലും അടുത്ത ദിവസം, അതായത് മറ്റന്നാൾ ഈസ്റ്ററിന് വരവേൽക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ഭാഗമായുള്ള ചടങ്ങുകളെല്ലാം ഇനി ഉണ്ടാകും. വിഷ്ണു, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു വിശ്വാസി സമൂഹം തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഗതാഗത നിയന്ത്രണം ഏതെല്ലാം രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഗതാഗത നിയന്ത്രണം കാര്യക്ഷമമായി തന്നെ നടത്തുന്നുണ്ട്. ഇവിടെ വിശ്വാസികളുടെ ഒരു കൂട്ടം വലുതായിട്ടുണ്ട്. അതിൽ റോഡ് അതുമായി ബന്ധപ്പെട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ആളുകൾ റോഡിലേക്ക് ഈ വശങ്ങളിലായാണ് കൂടുതൽ പേര് നിൽക്കുന്നത്. അതായത് അതിനുള്ള ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ എത്തുന്നതനുസരിച്ച് വഴി മാറ്റി വിടുന്നുണ്ട്. ഏതായാലും ഗതാഗത തടസ്സമുണ്ടാകാത്ത വിധത്തിൽ കാര്യമായ നിയന്ത്രണമാണ് നടത്തുക. ശരി, ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കിയ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്ത് സംയുക്ത കുരിശിന്റെ വഴി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ചു. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.